ഇല്ല, ഇതില് ശരണിന്റെ SRFTL ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പടം ചെയ്യാൻ നേരത്തെ ശരൺ എന്നെ വിളിച്ചു. ആ കഥാപാത്രം കേട്ടപ്പോ എന്താണ് തോന്നിയത്? ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ഒരു 2-3 വർഷം മുമ്പായിട്ട് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അല്ല, എക്സാക്ട്ലി ഓർമ്മയില്ല എന്നാ പറഞ്ഞത്. ബട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പിന്നെ ചെയ്യുന്നത്. സോ ലൈക്ക് ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ, ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് വെരി ലൈക്ക് ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത് ശരൺ. ഓക്കെ, ഈ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയതാണോ എന്നറിയില്ല, തോമസും ഗാർഗിയുമാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമ്മൂട്, അലൻസിയർ ലോപ്പസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണോ? ഇതിൽ ഒരു ഫാമിലി ആണല്ലോ, ഫാമിലിയിൽ എല്ലാവർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യാനില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ആ കുടുംബത്തിന്റെ ഭാഗമാണല്ലോ. ഡാർക്ക് സീക്രട്ട് എന്നുള്ളൊരു വാക്ക് തന്നെ കണ്ടു നോക്കൂ. ചോദിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം, ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? അലൻചേരനെ പറഞ്ഞ മാസ് ഫൈറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അലൻചേരനെ ഇഷ്ടപ്പെട്ടോ പടം? കണ്ടോ പടം? അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാ വന്നതെന്നുള്ളത് നമുക്ക് ഒന്നും അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. പടി 2 ആയിരിക്കും. ജോയിച്ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ജോയിച്ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു റിവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ള. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായിരിക്കണം ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവര് ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം, അങ്ങനെ മാറി വരുമായിരിക്കും. ഇനി അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽ സർവത്ത് കുടിക്കുന്ന പോലെ. അല്ല, ചോദിക്കാൻ കാരണമൊന്നുമല്ല. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്, കാരണം ചേട്ടനെ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പൊ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് കാരണം അത് കഴിഞ്ഞിട്ടും വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോയി. അപ്പോൾ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പറയുന്ന പോലെ പുറത്തുള്ളതിനേക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറയുന്ന പോലെ ആണോ? ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, വികാരമായിട്ട് 2 ഡയലോഗ് പറയുന്നു. റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി 2ാമത്തെ എടുക്കാൻ പോയാണെന്ന് അത് എന്നെ വെച്ചിട്ട്. ജോജിച്ചേട്ടാ ഇവിടെ ജോജിച്ചേട്ടാ, അതായത് ഒരു നല്ല നടനാവണമെങ്കിലേ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജിച്ചേട്ടന്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോജിച്ചേട്ടനോട് പോകുമ്പോൾ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകന്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം. അത് ഞാൻ പറയണതല്ല, അതാണ് അതിന്റെ സത്യം. അതെ. അപ്പോൾ ഈ സിനിമയിൽ നാരായണിന്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമയിൽ നല്ല എണ്ണം പറഞ്ഞ 2 നടന്മാർ
ഒപ്പം കട്ടയ്ക്ക് കട്ടയായിട്ടുണ്ട് അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമ്മൂടും. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിരുന്നത്? ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു 100 മീറ്റർ ഓടി വെക്കും. അന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാൻ സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ നടന്മായിരുന്നു. അപ്പം അത് ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല അറിവുണ്ടാവണം. അപ്പം അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരണിൻ്റെ ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പോൾ സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ള ഇതായിരുന്നു. മത്സരമൊട്ടൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള അലൻസിയറേട്ടാ, മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട് അലൻസിയറിനെ കമ്പയർ ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടൻ എന്നുള്ളതിൽ തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകൻ സാറിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത്. നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയുണ്ട്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പോയതല്ല. കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല, അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും. അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും. ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്നുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയല്ല. പിന്നെ കുറേ ജഡ്ജിമാർ വരും. ആ 6 ജഡ്ജിമാർ വന്നിട്ട് ജൂറി മത്സരത്തിലിരുന്നിട്ട് ആ ജൂറി മോന്മാരിരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ. അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും. അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ. അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തോളാം. അത്രയേ ഉള്ളൂ കാര്യം. ജൂറിമാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകൾ നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത്. അതവർ കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ്. ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന, സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന, പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ്. അതാണ് ഞങ്ങളുടെ സ്നേഹം. രാഹുലേട്ടാ, രാഹുലേട്ടാ, രാഹുലേട്ടൻ്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പേ ഇപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാമോ? ഇതിൽ ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ ആ ഗസൽ പക്ഷെ നമുക്ക് ശരണിൻ്റെ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ്. അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ, അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ എന്ന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്, അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്. കോളേജിലൊക്കെ വലിയ റാങ്കൊക്കെ മേടിച്ചു, റാങ്ക് ഉണ്ടാവും. അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇപ്പോൾ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹി ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? പറഞ്ഞ എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവറിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പോൾ അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ആ നറേറ്റീവിന് മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വരേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറേ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ് സെൽഫ്. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനമാണ്. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ശരൺ. ഡയറക്ടറിനോടാണേ, അത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു, അതിനകത്ത് ജോർജേട്ടൻ സ്പീച്ച്ലെസ് ആക്കിയിരുന്നു എന്ന് ഞാൻ വായിച്ചിരുന്നു. ദാറ്റ് മീൻസ് ഒരു സീൻ കഴിഞ്ഞ് എല്ലാവരും മിണ്ടാതെയായി, അത്രയ്ക്ക് പെർഫോമൻസ്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി, സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് ജോർജ് ചേട്ടൻ? ആ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. ഇത് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സീനായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും. കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ സീൻ എന്താണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സെറ്റ് ഫുൾ സൈലൻസ് ആണ്. എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ള ഒരു ഫീലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ല. അത് എല്ലാവരുടെയും, അത് ഇപ്പോൾ ആസ് എ ഡയറക്ടർ എൻ്റെ മാത്രമല്ലായിരുന്നു, ക്രൂവിലുള്ള എല്ലാവരുടെയും. ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കാണണം, അന്നത്തെ ആ ഒരു ഇത് റിലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എവിടെ പോയാലും എല്ലാരും ചോദിക്കുന്നത് റെട്രോനെ കുറിച്ചിട്ടാണ്. വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് പറയാനുള്ളതിനെ കുറിച്ചിട്ട്? മെയ് 1 റിലീസ്. ഞാനുണ്ട്. രണ്ടാമത്തെ പത്തിലാണ് അത് മെയ് 1 റിലീസ് വരും. വലിയ സിനിമയാണ്, അടിപൊളിയായിരിക്കും. എൻ്റെ ഡബിങ് എല്ലാം കഴിഞ്ഞു. അത് എൻ്റെ കയ്യിലല്ല, അത് ഇതിൻ്റെ കാര്യവും അതല്ല. ആ സിനിമയെ കുറിച്ച് എനിക്കൊന്നും പുറത്ത് പറയാൻ പാടില്ല. അവരുടെ എഗ്രിമെന്റിൽ തന്നെ ഒന്നും പറയരുതെന്ന്
ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുത്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. വെറുതെ ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച്. മെയ് 1 റിലീസ് എന്നുള്ളത് പറഞ്ഞു, അതാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിന്റെ സിനിമ സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു, ജൂൺ 5 റിലീസ്. ആ അത് തന്നെ സെയിം എഗ്രിമെന്റാ, കമ്പനി വേറെ ഉള്ളൂ. ഭയങ്കര ഭാഗ്യല്ലേ, ഇതൊന്ന് ആലോചിച്ച് നോക്കെ. അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. ആ സീൻ പറയണം. അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇടപെടാൻ പറ്റിയതും അഭിനയിക്കാൻ പറ്റിയതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ടൊക്കെ പറയാം. പൊളിയാ, പൊളിയാ. എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നത് നാരായണീൻ്റെ മക്കളുടെ കൂടെയാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കും. കാരണം അല്ലെങ്കിൽ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ചോദിച്ചു എന്താ ചോദിക്കാൻ പോയി പണി. ആ ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ചെയ്ത ഒരു സ്റ്റാറ്റസുള്ള പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം എന്നുള്ള പ്രൊഡ്യൂസർ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു, പിന്നീട് ജോബിചേട്ടനിലേക്ക് എത്തിയതാണ്. ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലേറ്റിയ ഒരു പ്രൊഡ്യൂസറാണ് ജോബിചേട്ടൻ. അപ്പൊ ആ പ്രൊഡ്യൂസറിനെ കുറിച്ചുള്ള ഗുഡ്വില്ലിന്റെ എങ്ങനെയാണ് എത്തിയത്? നമ്മളൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഗുഡ്വില്ല് പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വില്ല് പോലെ ഇപ്പം അവരുടെ കിഷ്കിന്ത അറിയാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചം ആയാലും കിഷ്കിന്ത ആയാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബ് ചേട്ടൻ്റെ കൂടെയും ഗുഡ്വില്ലിൻ്റെ കൂടെയും ഈ പടം എത്തിയത്, അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ജോബി ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് നഷ്ടം വരില്ല എന്ന് ഉറപ്പുള്ള സിനിമകളിലോട്ടാണ്, അത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോബി ചേട്ടൻ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്താണ്ടം എന്നുള്ള സിനിമ അത് ഇറങ്ങിയപ്പോൾ ഞാൻ ജോബി ചേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണല്ലോ. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. ജോബിച്ചേൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്. മാം ശരി മാം, ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രമായി എത്തിക്കാനൊരു കഴിവുണ്ട്. അതിപ്പോൾ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ്. മാഡം ചെയ്തിട്ടുള്ള കഥാപാത്രമെല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മിന്നൽ മുരളിലെ കഥാപാത്രമായാലും ശരി, അതിനുശേഷം വന്ന ഭാരത സർക്കാരിലെ ഉൽപ്പന്നം അതിലെ കഥാപാത്രം നല്ല റെസ്പോൺസുകൾ വന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി സെറ്റ് കഥാപാത്രങ്ങളൊക്കെ വരും എന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ നിന്ന് അങ്ങനെ ഓഫേഴ്സ് വന്നായിരുന്നു. ഈ നാരായണിയുടെ 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും? അത് പ്രേക്ഷകർ തന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തും എന്നുള്ളത്. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോട് കൂടി
അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അത് അതിൻ്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനി നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്സായിട്ട് സൈത്താനിലെ വെബ് സീരീസിലെ കഥാപാത്രമൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെന്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നെ എനിക്ക് സെന്റി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഈസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാം ശല്യോ കരഞ്ഞു ചെയ്യും. എന്നെ വേറൊരു കഥാപാത്രത്തിലൂടെ വിളിക്കൂ. ഇതിൽ സെന്റി, ഇതിൽ ആക്ച്വലി ലുക്കും ഡിഫറെന്റ് ആണ്. ശരൺ സർ, സിനിമയുടെ പോസ്റ്ററിൽ UA13+ എന്ന് കണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് UA13+? അല്ലെ എന്താണ് അത്? അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. അതൊരു സർട്ടിഫിക്കേഷൻ്റെ കാറ്റഗറീസ് ആണല്ലോ. ഇപ്പം UA എന്ന് പറയുമ്പം പാരന്റൽ ഗൈഡൻസോട് കാണേണ്ട സിനിമകളാണ്. U എന്ന് പറഞ്ഞാൽ പാരന്റൽ ഗൈഡൻസ് ഇല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ കാറ്റഗറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. സീൻ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായല്ലോ. അല്ല, അത് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ്. നല്ല ചോദ്യം. ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഉള്ളിൽ ഒരു ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട്. ഞാനാണ് എൻ്റെ 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ USB എന്ന് പറയുന്നത് ഇദ്ദേഹം അതാ പറഞ്ഞത്, ഇദ്ദേഹം നല്ല ഡയറക്ടറാണ്, നല്ല റൈറ്ററുമാണ്. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ശരൺ സർ, ഇവിടെ ഈ മൂവിയുടെ ഒരു ഓവറോൾ ജോണർ നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ റെഫറൻസ് എടുത്തിട്ടുണ്ടാവും. ലൈക്ക് അപ്പോൾ അങ്ങനെ നമുക്കൊരു റെഫറൻസ് എടുത്ത സിനിമകൾ നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ ലൈക്ക് മലയാള പഴയ സിനിമകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണ് താങ്കൾ ഈ ഒരു നാരായണീൻ്റെ 3 ആൺമക്കളിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ ഏതായിരിക്കും? ലൈക്ക് ഇപ്പം ഇത് അതിൻ്റെ ഇതാണെന്നില്ല ഞാൻ പറയണത്, ബട്ട് എന്തായിരിക്കും കൺവിൻസ് ചെയ്തത്? ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയത്, ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയ ഏതെങ്കിലും മൂവി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൂവി ഇല്ല. ഇറ്റ്സ് യുവർ ഓൺ, ലൈക്ക് ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ്. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽ സർബത്ത് കുടിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്ന സാധനം എന്നുള്ളതാണ്. അല്ല, അത് രണ്ട് ചോദ്യമായിരുന്നു. പുതിയതായിട്ടുള്ള ഒരു സാധനങ്ങളുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വന്നതെന്നല്ല. ഞാൻ പാസ്റ്റിൽ കണ്ട എല്ലാ സിനിമകളും അതിൻ്റെ എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കാണുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫിലിം മേക്കർ. ഇതിനൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഒരു ഫാമിലി ജോണർ മാത്രം, ഒരു ഫാമിലി ആക്സെപ്റ്റ് ഇത് ഒരു ആസ് എ റൈറ്റർ, ആസ് എ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഫാമിലി ഡ്രാമ, ഒരു പക്ക ഫാമിലി ഡ്രാമയാണ്. കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ വില്ലന്മാര് അവര് തന്നെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇന്നത്തെ ജനറേഷനിൽ പറയുന്ന പാരന്റിന് അടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തനത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വരുന്നത് എത്രത്തോളം ബിസിനസ് ലെവലിൽ നോക്കുമ്പോ നമുക്കിപ്പോ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക്. ഒരു വില്ലൻ, ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക, ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് നാരായണന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ചയാവണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പഴയ സിനിമകൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ തന്നെ സിനിമകളായാലും സിനിമകളായാലും അന്നത് ഹിറ്റായില്ലെങ്കിൽ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതിയിൽ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്ന സിനിമയാണോ നാരായണന്റെ ആൺമക്കൾ എന്ന് പറയുന്നത്? ഒരു സംശയമില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും പരമ സാറിൻ്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീൻ്റെ ആൺമക്കളും. ഒരു സംശയമില്ല. അത് ശരണിന് ദൈവം കൊടുത്ത ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവണം. നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും, ഒരു സംശയമില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനൊരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ
ഒരു മൊട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ്. ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം, പക്ഷേ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത്. അത് ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ എൻ്റെ ദുശീലം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതെൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചോളൂ. എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത്? എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞു കളയേണ്ടത്? എൻ്റെ നാവ് അരിയേണ്ടത്, എൻ്റെ കഴുത്തരിഞ്ഞു കളയേണ്ടത്, എൻ്റെ കാലിന് ചങ്ങലക്കിടേണ്ടത്? അങ്ങനെ ഇടേണ്ടതല്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻ ശവബോഡിയാണ്. ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത്, ബാക്കി ഞാൻ പറഞ്ഞതാ. അല്ല, എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കലാണെന്ന്. എനിക്ക് ദുശീലമുണ്ട്. ആർക്കാണ് ഇല്ലാത്തതെന്ന് പറ. സത്യസന്ധമായിട്ട് കൈയുയർത്തി പറയാൻ പറ്റുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാവർക്കും ഓരോ ദശൂലെങ്കിലും കാണും. സിഗരറ്റ് വലിക്കാത്തവരാരും ഇല്ലാത്ത ഇവിടെ. ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ പക്ഷേ ആ രാഷ്ട്രീയം നമുക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകളുണ്ടാവും. ആ എതിർപ്പുകൾ നേരിടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാം, നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം. അതിലെപ്പോഴും റിഗ്രറ്റ് ഉണ്ടോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൽ സ്നാപകയോഹന്നാനാണ്. സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകയോഹന്നാനെ ആദരിക്കുന്ന ഒരുത്തളാണ്. യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു. പത്രോസ് ഗുരുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു. യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തവനായിരുന്നു. എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം. പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നാരായണൻ്റെ 3 ആൺമക്കളും പറയുന്നത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല, പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഒരുപാടുണ്ട്, സംശയമില്ലല്ലോ. നിങ്ങളുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇടതും വലതും ഇരിക്കുന്നവർ ആരൊക്കെയാണ് മിത്രമാണെന്ന് ശത്രുവാണെന്നറിയാവോ? എവിടെ നിന്ന് കുത്തുവരുമെന്നറിയാവോ? ശരണിന് ഇനിയിപ്പോൾ എത്ര കുത്തു കിട്ടാൻ പോകണമെന്ന് ദൈവത്തിനറിയാം. ശരൺ സാർ